ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? ഇത് പുതിയൊരു ചാനലാണേ. ഞാനും ഹസ്ബൻഡും മോളും മാത്രമുള്ള ഒരു കുഞ്ഞു ഫാമിലിയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാട്ടോ ഈ ചാനലിൽ ഉണ്ടാവുക. പണ്ട് രാജാവിന് 4 കുട്ടികളുണ്ടായിരുന്നു. ആദ്യത്തെ ചെറിയ കുട്ടി രാവിലെ ഇതാണ് ഞങ്ങളുടെ മോള് ആയിഷു. ഞങ്ങൾ താമസിക്കുന്നത് ഒമാനിലാണ്. ഒമാനിലെ നിസ്വ എന്ന് പറയുന്ന സ്ഥലം. അവിടെയുള്ള വെള്ളച്ചാട്ടം കാണാനാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. നാച്ചുറൽ ബ്യൂട്ടീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പറ്റിയൊരു ചോയ്സാണ് കേട്ടോ ഒമാൻ എന്ന് പറയുന്നത്. മറ്റ് ഗൾഫ് കൺട്രീസിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ഒമാന്. ഒമാനിലെ സലാല എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതുപോലെ അല്ലെങ്കിലും ഒമാനിലെ മറ്റുള്ള സ്ഥലങ്ങളും ഏറെക്കുറെ നമ്മുടെ നാടിന് തുല്യമാണ് കേട്ടോ. അങ്ങനെ പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് നിസ്വയിലെ തനൂഫിലുള്ള ഈ ഒരു വെള്ളച്ചാട്ടം. എവിടെ നോക്കിയാലും വലിയ വലിയ പർവ്വതങ്ങളാണ് ഇവിടെ കൂടുതലും കാണാനുണ്ടാവുക. കുറേ ഒഴിഞ്ഞ പ്രദേശങ്ങൾ, അതിനിടയിൽ ഇതുപോലെ കണ്ണിന് കുളിർമയേകുന്ന നല്ല നല്ല കാഴ്ചകളും. അങ്ങനെയുള്ളൊരു സ്പോട്ടാണിത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആയിഷുവിന് എന്തായാലും വെള്ളത്തിലിറങ്ങണം. അവിടെ വെച്ച് അവളുടെ ഒരു ഫ്രണ്ടിനെയും കിട്ടി അവൾക്ക്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നല്ല മഴ ആയതുകൊണ്ട് വാദികളൊക്കെ നിറഞ്ഞൊഴുകായിരുന്നു കേട്ടോ. മഴയുള്ള സമയത്തെ ഇവിടേക്ക് വന്നിട്ട് കാര്യമുള്ളൂ. ഡോൾഫിൻ മറിയണ പോലെ മറിയാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടത്. ഇതിൻ്റെ അപ്പുറത്താണ് വെള്ളച്ചാട്ടം ഉള്ളത്. പോകുന്ന വഴി ഫുള്ള് വെള്ളമായതുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ പോയില്ല കേട്ടോ. ഇവിടെ കണ്ടപ്പോൾ തന്നെ ആ മലയുടെ മുകളിൽ കയറാനായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം. പോരുന്നതിൻ്റെ മുന്നേ അവിടം കൂടി കയറി കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. മല കയറാനും അങ്ങനത്തെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ നല്ല പേടിയാണ്, പക്ഷെ ആ ഇഷ്ടം കൊണ്ട് ഞാനത് ചെയ്യും. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. മലയുടെ മുകളിൽ എത്തിയപ്പോഴേക്ക് ഏകദേശം ഇരുട്ടായി തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും വലിയ ക്ലിയർ ഇല്ല. എന്നാലും ഡയറക്റ്റ്ലി അവിടെ കാണാൻ നല്ല രസമായിരുന്നു. ഒരു അടിപൊളി വ്യൂ ആണ്. ഫോണിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണാൻ നല്ല രസമായിരുന്നു. ഇവിടെ ഒമാനിൽ കുറേ വാദികളുണ്ട് കേട്ടോ. അതിലൊന്ന് മാത്രമാണിത്. ഇൻഷാ അല്ലാഹ് ഒമാനിലെ പുതിയ പുതിയ കാഴ്ചകളും ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അതിന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കൂടെ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.